സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അധ്യായത്തില് പഞ്ചമഹാരാജയോഗം ആരംഭിച്ച രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജ്യോതിഷപ്രകാരം ചില നക്ഷത്രങ്ങൾക്ക് 5 രാജയോഗങ്ങൾ ഒരുമിച്ച് വരുന്ന സമയമാണ്. ഇതിനെയാണ് പഞ്ചമഹാരാജയോഗം എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ പഞ്ചമഹാരാജയോഗം ആരംഭിച്ച നക്ഷത്രക്കാർ അല്ലെങ്കിൽ രാശിക്കാർ ഏതൊക്കെയാണ് എന്ന് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം. പഞ്ചമഹായോഗം എന്ന ഒന്നുണ്ട്. 5 രാജയോഗങ്ങൾ ഒരുമിച്ച് വരുന്ന ഒന്നാണിത്. മാളവ്യ യോഗം, ശശരാജയോഗം, ലക്ഷ്മീനാരായണ യോഗം, ബുധാദിത്യ രാജയോഗം, ഗജലക്ഷ്മി യോഗം എന്നിവയാണ് ഇവ. ഓരോ ഗ്രഹങ്ങളും മാറി മറയുന്നതിനനുസരിച്ചാണ് ഇത് രൂപം കൊള്ളുന്നത്. ഓരോ ഗ്രഹങ്ങളും അതാത് രാശിയിൽ നക്ഷത്രത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. സൂര്യന്റെയും ബുധന്റെയും ഇടവമാസ സംക്രമണമാണ് ഇത് കൊണ്ടുവരുന്നത്. ചില രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ സമയമാണ് ഇത്. അപ്പോൾ അങ്ങനെയുള്ള 3 രാശികളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ രാശി ഇടവമാണ്. ഇടവൻ രാശിയിൽ ഇതിൽ പെടുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. സുവർണാവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. കർമ്മമേഖലയിലും ഈ മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക പുരോഗതിയും വന്നു ചേരും. ഉയർന്ന ജോലി തന്നെ വന്നു ചേരാം. ശമ്പള വർധനവും പ്രമോഷനും ലഭിക്കാനും ആരോഗ്യം മെച്ചപ്പെടാനും സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരാനും സമയം അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. അടുത്തത് മിഥുനൻ രാശിയാണ്. ഇവർക്ക് ഈ പഞ്ചമഹായോഗം അനുകൂല മാറ്റങ്ങൾ കൊണ്ടുവരും. ആരോഗ്യ പ്രശ്നങ്ങൾ എങ്കിൽ ഇത് പരിഹരിക്കാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ചയുണ്ടാകും. തൊഴിൽ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട ഉയർച്ചയുണ്ടാകും. ജോലി തേടുന്നവർക്ക് അനുകൂല സാഹചര്യമാണ്. ഈ സമയം പൊതുവെ അനുകൂലമായ സമയമാണ്. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക എന്നത് അത്യാവശ്യമാണ്. ഏറെക്കാലമായി നടക്കാത്ത കാര്യങ്ങൾ നടന്നു കിട്ടും. അടുത്തത് മകരം രാശിയാണ്. ഈ രാശിക്കാർക്ക് അനുകൂല സമയം വരുന്ന സമയമാണിത്. പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ വരും. ജോലിയിൽ പല രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ നേട്ടങ്ങളും ഉണ്ടാകും. ജോലി തേടുന്നവർക്ക് ജോലി ലഭിക്കും. വിദേശ ജോലി സാധ്യതയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട ശമ്പള വർധനവോ സ്ഥലമാറ്റമോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം മറക്കാതെ ഇരിക്കുക. ഭാഗ്യം അനുകൂലമായതിനാൽ പല കാര്യങ്ങളും വന്നു ചേരും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാര്യമായി ബാധിക്കില്ല. ഏറ്റവും ശുഭകരമായ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ പഞ്ചമഹാരാജയോഗമുള്ള രാശിക്കാരെ കുറിച്ചാണ് 3 രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.